നോവലിന്റെ മുൻഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി പ്ലേലിസ്റ്റ് പരിശോധിക്കുക. തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാം. എന്നെ ഒഴിവാക്കാനുള്ള രാഘവേട്ടന്റെ സൂത്രമാണെങ്കിൽ ഞാനത് സമ്മതിക്കാൻ പാവുന്നില്ല. എന്നെ കൂടി കൊണ്ടുപോയില്ലെങ്കിൽ നേരം വെളുക്കാതെ രാഘവേട്ടൻ ഇവിടെ നിന്ന് പോകാനും കഴിയില്ല. ഇതിലെ രാഘവേട്ടൻ എന്തെങ്കിലും ഒരിക്കൽ വരുന്നതും കാത്ത് ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായെന്നറിയാമോ? പഴയ വെള്ളം മാത്രമല്ല, പഴയ വഴികൾ കൂടി രാഘവേട്ടൻ മറന്നു. നിലാവ് മങ്ങിത്തുടങ്ങി. ഇപ്പൊ തന്നെ തറവാട്ടിലെത്താൻ വൈകി. നേരത്തെ എത്താൻ വേണ്ടിയാണ് കുറുക്ക് വഴിയെ തിരിച്ചത്. ഇത്തിരി ദൂരം ഏറുമെങ്കിലും നേരെയുള്ള വഴിയെ പോയിരുന്നെങ്കിൽ എത്രയോ മുമ്പേ തറവാട്ടിലെത്താമായിരുന്നു. വരാനുള്ളതൊന്നും വഴി തങ്ങില്ലെന്ന് കാരണന്മാർ പറയുന്നത് എത്രയോ സത്യമായി വന്നിരിക്കുന്നു. താൻ മാധവിക്കുട്ടിയെ കൊണ്ടുപോയില്ലെങ്കിൽ അവൾ തന്നെയും കൊണ്ടേ പോകൂ എന്ന പിടിവാശിയോടെ നിൽക്കുകയാണ്. മനസ്സിൽ ഉപാസനാമൂർത്തിയെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു മന്ത്രം ചൊല്ലാൻ അവൻ ആഗ്രഹിച്ചു. ഫലം പൊടുന്നനെ ഉണ്ടായി. മാധവിക്കുട്ടി ഭീകരമായെന്ന് ചിരിച്ചു. ആ ശബ്ദം അവളിൽ നിന്ന് വന്നതാണോ എന്ന് തന്നെ രാഘവൻ ഭയന്നു. ഇപ്പോൾ എനിക്ക് തീർച്ചയായും എന്നെ കൂടെ കൊണ്ടുപോകാൻ രാഘവേട്ടന് ഇഷ്ടമല്ല. എന്നെ കൊണ്ടുപോകുന്നതാണ് എനിക്കിഷ്ടം. രാഘവേട്ടന് നല്ലതും അതാണ്. അല്ലെങ്കിലും ഞാൻ വരും. അങ്ങനെ വന്നാ അത് രാഘവേട്ടന് തന്നെ കുഴപ്പമായെന്ന് വരും. അവൾ സൗമ്യഭാവങ്ങളും സൗമ്യഭാഷണങ്ങളും അവസാനിപ്പിച്ചിരിക്കുന്നു. ഭീഷണിയുടെ സ്വരമാണിപ്പോൾ. യക്ഷികളിൽ നിന്നല്ലെങ്കിലും സ്നേഹം പ്രതീക്ഷിച്ച താൻ തന്നെയാണ് വിഡി. ഇതിനു മുമ്പ് ഒരു തറവാട്ടുകാരനവന്മാർക്കും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. അവരുടെയൊന്നും ചെറുപ്പകാലം തന്റേതുപോലെ ആയിരുന്നില്ല. സ്വയം മറന്ന് ചെയ്തു കൂട്ടിയതിന്റെയൊക്കെ ഫലം തന്നെ വേട്ടയാടി തുടങ്ങിയിരിക്കുകയാണോ? രാഘവന്റെ സർവാംഗം ഒരു പെരുപ്പ് വ്യാപിച്ചു. മാധവിക്കുട്ടിയെ ഒഴിവാക്കാൻ തനിക്കാവില്ലെന്ന് അയാൾക്ക് ബോധ്യമായി. ഒടുവിൽ അവൻ ഒരു തീരുമാനമെടുത്തു. ഞാൻ നിന്നെ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. പക്ഷേ ഒരു കരാർ. വംശം നിലനിർത്താൻ എനിക്ക് എന്തെങ്കിലും ഒരു വിവാഹം കഴിക്കേണ്ടി വരും. അന്ന് നീ സ്വമേധയാ ഒഴിവായിക്കൊള്ളണം. നീ ഇവിടെയുള്ള കാര്യം നമ്മൾ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. അങ്ങനെയായാൽ നിന്നെ ഒഴിവാക്കാതെ ഞാൻ കാത്തുകൊള്ളാം. മറിച്ചായാൽ ആവാഹിച്ചെനിക്ക് നിന്നെ എവിടെയെങ്കിലും കുടിയിരുത്തേണ്ടി വരും. സമ്മതമാണോ? മാധവിക്കുട്ടി ചിരിച്ചു. പക്ഷേ എനിക്കുമുണ്ടൊരു കരാർ. രാഘവേട്ട കല്യാണം കഴിക്കുന്നവരെ എന്നും രാത്രികളിൽ എന്റെ അടുത്തുറങ്ങണം. അത് കഴിഞ്ഞ് എന്ത് വേണമെന്ന് അപ്പോൾ പറയാം. ആരെ വിവാഹം ചെയ്താലും രാഘവേട്ടന്റെ ഭാര്യ എന്ന പരിഗണന എനിക്കായിരിക്കണം. എന്തു പറയുന്നു? രാഘവൻ തരിച്ചു നിന്നു. എന്തു പറയണം അവളോട്? നേരം പുലർന്നു തുടങ്ങുന്നതേയുള്ളൂ. ഗൗരിക്കുട്ടി പതിവുള്ള നേരത്തെ തന്നെ ഉണർന്നു. എണീറ്റ ഉടനെ കാലും മുഖവും കഴുകി നടവാതിൽക്ക് വിളക്ക് കൊളുത്തി. അത്രയും ചെയ്തു കഴിഞ്ഞാണ് ചൂലുമെടുത്ത് മുറ്റമഴി തുടങ്ങുന്നത്. വിശാലമായ മുറ്റവും നടുമുറ്റവും ഒക്കെ അടിച്ചു വൃത്തിയായി കഴിയുമ്പോഴേക്കും പുലരി വെളിച്ചം മണൽമുറ്റത്ത് വീണു തുടങ്ങിയിരിക്കും. അരനാഴിക നേരത്തെ അധ്വാനം തികച്ചുമുണ്ട്. അതൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ലെന്ന് മാത്രമല്ല, ആ പണി തന്റെ ഒരു അവകാശം പോലെയാണ് അവർ ചെയ്തു പോന്നിരുന്നത്. തീരെ ചെറുപ്പം മുതൽ തുടങ്ങിയ പതിവാണത്. തറവാട്ടിലെ ആദ്യത്തെ ജോലി ആരംഭിക്കുന്നത് അവിടെ മുതലാണ്. ഉരൽപ്പുരയുടെ പിന്നിൽ വെച്ചിരുന്ന ചൂലുമെടുത്ത് നടുമുറ്റത്തേക്ക് ചെന്ന അവർ ഒരു നിമിഷം ഒന്ന് അമ്പരന്നു. മണൽമുറ്റത്ത് ഈർക്കിലിപ്പാടുകൾ. തൊട്ടു മുമ്പ് ആരോ മുറ്റം അടിച്ചു വാരിയതുപോലെ. അത് പതിവിലും വൃത്തിയായി ചെയ്തിരിക്കുന്നു. നിറഞ്ഞ അമ്പരപ്പുമായി പൂമുറ്റത്തെത്തിയപ്പോൾ അവിടെയും അങ്ങനെ തന്നെ. ഒരു പൊട്ടും പൊടിയും പോലും മുറ്റത്തെങ്ങും അവശേഷിച്ചിട്ടില്ല. ഇത് അതിശയമായിരിക്കുന്നുവല്ലോ. എത്ര ആലോചിച്ചിട്ടും അവർക്കൊരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. വീട്ടിലെ പുറംപണികൾക്കൊക്കെയായി ആരെങ്കിലും ഏർപ്പാട് ചെയ്യണമെന്ന് രാഘവൻ കുറെ കാലമായി പറയുന്നു. താനാണ് വേണ്ടെന്ന് വെച്ചത്. ഇവിടെ തനിക്ക് ചെയ്യാൻ കഴിയുന്ന ജോലിയേ ഉള്ളൂ. മറ്റൊരാൾക്കു കൂടി എന്തെങ്കിലും കൊടുക്കാനുള്ള മനസ്സിലായ്മ ആയിരുന്നില്ല. വല്ല പെൺപിള്ളേരെ നിർത്താമെന്ന് വെച്ചാ രാഘവന്റെ സ്വഭാവം അതല്ലേ. തറവാട്ടു മാതൃകനാണെന്ന വിചാരമൊന്നും അവനുണ്ടായെന്ന് വരില്ല. വെറുതെ ഒരു ഭാഗ്യപരീക്ഷണം വേണ്ടായല്ലോന്നും കരുതി. തന്നോട് പറയാതെ അവൻ ഇനി വല്ലവരെയും ഏർപ്പെടുത്തിയോ എന്തോ. ഈയിടെ അവൻ തന്നോടൊന്നും പറയുകയോ ആലോചിക്കുകയോ ചെയ്യാറില്ലല്ലോ. ഒരുപാട് കാലം കൂടി. ഇന്നലെ പാതിരാത്രി കഴിഞ്ഞാണ് അവൻ മനസ്സ് തുറന്ന് എന്തെങ്കിലും പറഞ്ഞത്. അത് ചാത്തൻ സ്വാമിയെ തിരിച്ചുകൂട്ടിയ സന്തോഷം കൊണ്ടായിരുന്നു താനും. വെളുക്കും വരെ പൂജാമുറിയിൽ വിളക്കുകൾ കണ്ടിരുന്നു. ചൂലും പിടിച്ചങ്ങനെ ഓരോരോ മനോവ്യാപാരങ്ങളുമായി നിന്ന ഗൗരിക്കുട്ടി രാഘവന്റെ ശബ്ദം കേട്ടാണ് ഉണർന്നത്.
അമ്മ എന്താ മുറ്റത്തു നിന്ന് സ്വപ്നം കാണുകയാണോ? കോട്ടുമായം വിട്ട് ഉമ്മറത്ത് പുഞ്ചിരിയോടെ രാഘവൻ നിന്നു. ഇതും പതിവില്ലാത്തതാണ്. അവന്റെ മുഖത്തൊരു പുഞ്ചിരി കണ്ടിട്ട് എത്രയോ ആഴ്ചകൾ തന്നെയായി. നീ ആരോടെങ്കിലും മുറ്റം തൂത്തു വരാൻ പറഞ്ഞേൽപ്പിച്ചിരുന്നോ? ഗൗരിക്കുട്ടി മകന്റെ അടുത്തേക്ക് വന്നു. മറുപടി പറയാൻ കഴിയാതെ അവൻ ഒരു നിമിഷം പതറി. മാധവിക്കുട്ടിയാണ് പുതിയ വേലക്കാരി എന്ന് അമ്മയോട് പറയാൻ കഴിയുമോ? അമ്മ ഇന്നലെ വൈകുന്നേരവും അടിച്ചു വാരിയതല്ലേ? ചപ്പുചവറുകളൊന്നും മുറ്റത്ത് വീണ് കാണില്ല. ഗൗരിക്കുട്ടി മകന്റെ നേരെ കൂർപ്പിച്ചൊരു നോട്ടം നോക്കി. ഊടാ, ഈ മാവ് തളിർക്കാൻ തുടങ്ങുന്ന കാലത്തല്ലേ മുറ്റത്ത് ചപ്പും ചവറും വീഴാതെ കിടക്കുന്നത്? തൊട്ടു മുമ്പ് ആരോ തൂത്തു വൃത്തിയാക്കിയതുപോലെയുണ്ട്. മാധവിക്കുട്ടി തറവാട്ടിലെ ഭരണവും ഏറ്റെടുത്തു കഴിഞ്ഞു. രാഘവന് അസ്വസ്ഥത തോന്നി. എന്തോ എനിക്കും വലിയ പിടിപാടില്ല. മൂർത്തി സാന്നിധ്യം കൊണ്ട് സംഭവിച്ചതാകാം. ഒഴുക്കമട്ടിൽ രാഘവൻ പറഞ്ഞു. ഗൗരിക്കുട്ടി അത് നിഷേധിച്ചു. ഈ തറവാട്ടിൽ നീ മാത്രമല്ലല്ലോ മാധവിയനായിരിക്കാൻ തുടങ്ങിയത്. അന്നൊന്നുമില്ലാത്ത പുതുമ ഇന്ന് എങ്ങനെ ഉണ്ടായി? ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചേക്കാം മകനെ. ചാത്തൻസ്വാമിയെ കൊണ്ട് വീട് പണി ചെയ്യിക്കരുത്. എന്നും ചെയ്തു തരുമെന്ന് കരുതി ചെയ്യിക്കാവുന്നതിനൊക്കെ പരിധിയുണ്ട്. അവർ കരുതിയത് അങ്ങനെ തന്നെ ആയിരുന്നു. മകൻ ചാത്തൻസ്വാമിയെ കൊണ്ട് ചെയ്യിച്ചതാണെന്ന്. പതിവുള്ള പണി മുടങ്ങിപ്പോയതിന്റെ വിഷമത്തോടെ ഗൗരിക്കുട്ടി തറവാട്ടുകെട്ടിന് പിന്നിലേക്ക് ചെന്നു. ഇനി കുളിയും മറ്റും കഴിഞ്ഞ് അടുക്കളയിലേക്ക് പ്രവേശിക്കണം. അതാണ് പതിവ്. കുളിക്കാൻ കുളിമുറിയിലേക്ക് ചെന്നപ്പോഴും ആദ്യത്തെ അമ്പരപ്പ് അവരിൽ ഒന്നുകൂടി വളർന്നു. കുളിമുറിയിലെ കുട്ടകത്തിലും മറ്റു പാത്രങ്ങളിലും നിറയെ വെള്ളം കോരി വച്ചിരിക്കുന്നു. കുളി കഴിഞ്ഞ് അടുക്കളയിൽ എത്തിയപ്പോഴും ഗൗരിക്കുട്ടി പകച്ചു. അവിടെയും പതിവായി കോരി വയ്ക്കാറുള്ള പാത്രങ്ങൾ നിറഞ്ഞിരിക്കുന്നു. തലേന്നത്തെ എച്ചിൽ പാത്രങ്ങൾ കഴുകി വെച്ചിരിക്കുന്നു. അത്ഭുതത്തെക്കാളേറെ സങ്കടമാണ് അവർക്കുണ്ടായത്. ചാത്തൻ സ്വാമിയെ കൊണ്ട് ഹീനമായ ജോലികൾ കൂടി ചെയ്യിക്കുകയാണ് അവൻ. ഇനി ഒന്നും സംശയിക്കാനില്ല. വെള്ളം കോരുന്നതിന്റെയോ പാത്രം മോറുന്നതിന്റെയോ യാതൊരു ശബ്ദവും താൻ കേട്ടില്ല. രാഘവ, ഇന്ന് ചെയ്യിച്ചതിന് മൂർത്തിയോട് മാപ്പ് പറഞ്ഞേക്ക്. അറിവില്ലായ്മയ്ക്ക് ചാത്തൻ സ്വാമി മാപ്പ് തരും. ഇനി ആവർത്തിക്കില്ലെന്ന് ആക്കു കൊടുക്കുകയും വേണം. എന്റെ മോൻ ആദ്യം അത് ചെയ്യ്. ഇവിടെ അമ്മയ്ക്ക് തീർക്കാൻ കഴിയാത്ത ഒരു ജോലിയുമില്ല. അത് ചെയ്യാൻ സന്തോഷവുമാണ്. കെട്ടിലമ്മയായിരിക്കാൻ നിന്റെ അമ്മ എന്നോളം ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ വേണ്ടതാനും. എന്നെ സഹായിക്കാൻ നീ ഒരു വിവാഹം കഴിച്ചാ മതി. മരുമകളായി വരുന്നവൾ എന്റെ ഒപ്പം നിന്നാ മതി. അവളെ കൊണ്ടും ഞാൻ പണിയെടുപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. രാഘവൻ ഒന്ന് ഞെട്ടി. താനൊരു വിവാഹം കഴിക്കണമെന്ന് തന്നെയാണ് അമ്മയുടെയും ആഗ്രഹം. പെട്ടെന്ന് മാധവിക്കുട്ടിയുടെ പൊട്ടിച്ചിരിയാണ് അയാളുടെ ചെവിയിൽ മുഴങ്ങിയത്. അവളുടെ വ്യവസ്ഥ, താനൊരു വിവാഹം കഴിക്കുന്നത് വരെ ഉറക്കം അവളുടെ കൂടെ ആയിരിക്കണമത്രേ. വിവാഹത്തിന് ശേഷം ദിവസം ഒരു തവണ അവളെ സന്ദർശിക്കണം പോലും. അപ്പോഴത്തെ ആ നിർണായക നിമിഷത്തിൽ താനെല്ലാം അങ്ങ് സമ്മതിക്കുകയായിരുന്നു. കാരണം ഒരു നിമിഷം കൂടി വൈകിയിരുന്നെങ്കിൽ തറവാട്ടിലെ പൂജ മുടങ്ങിയേനെ. വിവാഹശേഷവും തന്നെ ഒഴിവാക്കാനല്ല അവളുടെ ഭാവം. രാഘവന്റെ കണ്ണുകൾ ഉരൽപ്പുരയ്ക്ക് നേരെ നീണ്ടു ചെന്നു. അവിടെ ഉരൽപ്പുരയുടെ അഴുകളിൽ പിടിച്ച് മാധവിക്കുട്ടി തന്നെ നോക്കി ചിരിക്കുന്നു. ഭാഗ്യം, അമ്മയ്ക്ക് അവളെ കാണാൻ കഴിയില്ലല്ലോ. മറ്റൊരു ഭാഗ്യം കൂടി തന്നെ തുണച്ചു. വീട്ടുവേലയെല്ലാം ചെയ്തത് അങ്ങനെ ഒരുവളാണെന്ന യാതൊരു സംശയവും അമ്മയ്ക്കില്ല. താനതൊക്കെ ചാത്തൻ സ്വാമിയെ കൊണ്ട് ചെയ്യിക്കുകയാണെന്ന് പാവം ധരിച്ചു വെച്ചിരിക്കുന്നു. അമ്മയിൽ നിന്ന് അവളെ എത്ര കാലം ഒളിപ്പിക്കാമെന്നറിയില്ല. ഉരൽപ്പുരയുടെ നേർക്ക് നിന്ന് രാഘവൻ കണ്ണുകൾ പിൻവലിച്ചു. അവളുടെ ഒരു നിബന്ധന താനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്. തൽക്കാലം അവളെ പിണക്കാതിരിക്കുന്നതാണ് ബുദ്ധി. അത് കഴിഞ്ഞ് വരട്ടെ, സമയമുണ്ടല്ലോ. അല്ലാതെ ജീവിതകാലം മുഴുവൻ ഒരു യക്ഷിയെ പ്രേണിപ്പിക്കാൻ തനിക്കെന്താ മുസ്സുണ്ടോ? അമ്മയോട് മറുപടിയൊന്നും പറയാതെ രാഘവൻ മുറിയിലേക്ക് കയറിപ്പോയി. അന്ന് പകൽ രാഘവൻ പുറത്തേക്കൊന്നും പോയില്ല. അത് സന്തുഷ്ടയാക്കിയത് ഗൗരിക്കുട്ടിയെയായിരുന്നു. മൂർത്തി സാന്നിധ്യം തിരികെ ലഭിച്ചപ്പോൾ അവൻ തൃപ്തനായിട്ടുണ്ടാവുമെന്ന് അവർ ധരിച്ചു. ഉച്ച കഴിഞ്ഞ നേരത്താണ്. ഒന്ന് മയങ്ങാൻ കിടന്ന ഗൗരിക്കുട്ടി ചാടി എണീറ്റു. ഉരൽപ്പുരയിൽ നിന്ന് എന്തൊക്കെയോ തട്ടിമറിഞ്ഞു വീഴുന്ന ശബ്ദമായിരുന്നു. അവർ അവിടേക്ക് ഓടിച്ചെന്നു. അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. ഇനി നല്ല ഇഴജന്തുക്കളും കടന്നുകൂടിയോ? അവർ രാഘവനെ വിളിക്കാൻ വന്നു. ആ ഉരൽപ്പുരയിൽ എന്തോ കയറിയിട്ടുണ്ട്, നീ വന്നൊന്ന് നോക്കിക്കേ.
അതിന്റെ ചുറ്റുപാടൊക്കെ വൃത്തിയാക്കി ഇടണമെന്ന് ഞാൻ ഇന്നു മുതൽ പറയുന്നതാ. അവിടെ മെല്ലാം കാട് പിടിച്ചു കിടക്കുകയാ. രാഘവൻ അറിയാതൊന്നും നടുങ്ങി. ആ, ഞാൻ നോക്കാം. നാളെ ആ പെരുമാളോട് ഇങ്ങോട്ട് വരാനും പറയാം. പറമ്പെല്ലാം ചെത്തിപ്പറിച്ച് വൃത്തിയാക്കാൻ പറയാം. രാഘവൻ എണീറ്റു. മാധവിക്കുട്ടിക്ക് ശക്തമായ താക്കീത് നൽകേണ്ടിയിരിക്കുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ അവളെ ഉച്ചാടനം ചെയ്യാൻ താൻ ബാധ്യസ്ഥനാവുമെന്ന് പറയാം. രാഘവൻ ഉരൽപ്പുരയുടെ നേരെ നടന്നു. ഒപ്പം ചെന്ന് അമ്മയെ പിന്തിരിപ്പിച്ചു. അമ്മ വരണ്ട, വല്ല ഇഴജന്തുക്കളുമാകാം, ഞാൻ തുറന്നു നോക്കിക്കോളാം. അയാൾ ഒന്ന് ചിരിച്ചു. ഉരൽപ്പുരയുടെ വാതിൽ തുറന്ന് രാഘവൻ അകത്തേക്ക് കയറി. അമ്മ ഉമ്മറത്തു നിന്ന് നോക്കുന്നുണ്ട്. അവിടെ ഭിത്തിയിൽ ചാരി നിന്ന് മദാലസയുടെ മട്ടിൽ സാഗൂത രാഘവനെ ശ്രദ്ധിക്കുകയാണ് മാധവിക്കുട്ടി. നീ എന്തുദ്ദേശിച്ച? ഇന്നലെ ഞാൻ പറഞ്ഞത് മറന്നുവോ? അമ്മ കരയെങ്ങാനും മറിഞ്ഞ ആ നിമിഷം നിന്റെ ഇവിടുത്തെ കുടിപ്പാർപ്പ് തീരുമെന്ന് മറക്കണ്ട. അവളുടെ നിൽപ്പും ഭാവം കണ്ടപ്പോൾ അവന് കലിയാണ് വന്നത്. അവൾ കിലുകിലാ ചിരിച്ചു. രാഘവേട്ടൻ എന്തിനാ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുന്നത്? ഞാനില്ലേ ഇവിടെ? നല്ല സമയവും നമുക്കൊന്ന്. അവള് നാണിച്ച് വിരൽ കടിച്ചു. രാഘവന്റെ ഉള്ളിൽ നിന്ന് ഒരാന്തലുണ്ടായി. എന്താണ് ഇവിളി പറയുന്നത് ഈ മധ്യാഹ്നത്തിൽ? പുറത്തേക്കൊന്ന് പാളി നോക്കിയ രാഘവൻ പിന്നെയും പകച്ചു. അമ്മ ഉരൽപ്പുരയ്ക്ക് നേരെ വരികയായിരുന്നു. എനിക്കിപ്പോ രാഘവേട്ടന് വേണം. മാധവിക്കുട്ടി അയാളുടെ സമീപത്തേക്ക് നീങ്ങി തുടങ്ങി. രാഘവൻ അടിമുടി തളർന്നു. അതുവരെ ഉണ്ടായിരുന്ന സൗമ്യഭാവമെല്ലാം രാഘവന് കൈമോശം വന്നത് പൊടുന്നനായിരുന്നു. തന്നെക്കുറിച്ച് സ്വയം ഒന്ന് ചിന്തിക്കാൻ ഇടം ലഭിച്ചത് അപ്പോഴായിരുന്നു. താൻ ആരെയാണ് ഭയപ്പെടുന്നത്? വെറും ഒരു യക്ഷിയെയോ? അങ്ങനെ ഭയപ്പെടാൻ താൻ കേവലം ഒരു മനുഷ്യൻ മാത്രമല്ലല്ലോ, മാന്ത്രികനല്ലേ. ഇടശ്ശേരി തറവാട്ടിലെ മാന്ത്രികന്മാർ യക്ഷികളെയും മറ്റു പ്രേതപിശാചുകളെയും ഭയപ്പെട്ടിരുന്നവരല്ല. അവരുടെ നിഴൽ കാണുന്നിടത്തു നിന്ന് പൈശാചിക ശക്തികൾ ഒഴിഞ്ഞു പോവുകയാണ് പതിവ്. ഉച്ചാടനം ചെയ്യാൻ കഴിവുള്ളവരുടെ നേർക്ക് ഉഗ്രശാസനം പുറപ്പെടുവിക്കാൻ വെറും ഒരു യക്ഷിക്ക് എവിടുന്ന് കരുത്ത് കിട്ടി? അത് കേട്ട് പഴിഞ്ഞു നിൽക്കാൻ മാത്രം പേടിത്തോണ്ടനല്ല രാഘവനെന്ന് കാട്ടിക്കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. താൻ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. വ്യവസ്ഥകൾ ലംഘിക്കുന്ന ഒരു നീക്കമാണ് തുടക്കം മുതലേ മാധവിക്കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത് അനുവദിച്ചുകൂടാ. രാത്രികാലങ്ങളിൽ അവളെ സന്ധിച്ചു കൊള്ളാമെന്നാണ് തന്റെ വാക്ക്. പകൽ കൂടി അത് വേണമെന്ന് വെച്ചാൽ എന്താവും കഥ? മാധവിക്കുട്ടി അല്ലെങ്കിലും ഒരു വികാര സാഗരമായിരുന്നുവെന്ന് രാഘവൻ ഓർത്തു. അസാധാരണ ഒരു പെണ്ണായിരുന്നു അവൾ. ഏത് കരുത്തനെയും നിർവീര്യമാക്കാൻ പോന്ന വികാരക്കടലായിരുന്നു അവൾ. ഈ ഭൂമിയിൽ ജീവിച്ച് തൃപ്തി വരാത്തവൾ. മരിച്ചു കഴിഞ്ഞും അവൾ പുനർജനിച്ചത് അടങ്ങാത്ത ആ ആവേശം കൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ. ഒരു യക്ഷിയെ പ്രേമിപ്പിച്ചുകൊണ്ട് മാത്രം കഴിയാനാണോ തനിക്ക് ഈ മാന്ത്രിക ജന്മം? അല്ലേ അല്ല. രാഘവൻ തിരിഞ്ഞു നോക്കി. അമ്മ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. താൻ എന്തെങ്കിലും സംസാരിച്ചാൽ അമ്മ അത് കേൾക്കും. ഗൗരിക്കുട്ടി വരുന്നത് കണ്ടിട്ടും മാധവിക്കുട്ടിക്ക് യാതൊരു ചാഞ്ചല്യവും ഉണ്ടായിരുന്നില്ല. ഒരു കാര്യത്തിലെ അല്പമെങ്കിലും ആശ്വാസത്തിന് വകയുള്ളൂ. അമ്മയുടെ മിഴികൾക്ക് മാധവിക്കുട്ടിയെ കണ്ടെത്താനാവില്ല. തന്നെ തൊട്ടുകൊണ്ട് നോക്കിയാൽ അമ്മയ്ക്ക് അവളെ കാണാനാവുകയും ചെയ്യും. നീ ആരോടാ മോനെ സംസാരിച്ചത്? ഗൗരിക്കുട്ടി വിളിച്ചു ചോദിച്ചു. ഒരു പെരിച്ചാഴി. അതാണ് ഈ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കിയത്. എന്നെ കണ്ടപ്പോ ഇതിനിടയിൽ എവിടെയോ ഒളിച്ചു കളഞ്ഞു. ഗൗരിക്കുട്ടിക്ക് സമാധാനമായി. താൻ ഉദ്ദേശിച്ചതുപോലെ പാമ്പും ചെമ്പൊന്നും അല്ലല്ലോ. അതെങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കോളും. നീ കഥ കടച്ചിട്ട് പോരെ. നാളെ തന്നെ ഇവിടമെല്ലാം വൃത്തിയാക്കണം, അകവും പുറവും എല്ലാം. ഇനി അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഗൗരിക്കുട്ടി തിരിഞ്ഞു നടന്നു. മാധവിക്കുട്ടി രാഘവനെ കരവലയത്തിലാക്കാൻ തക്കം പാർത്തു നിൽക്കുകയാണ്. നീ എന്നെ ഉപദ്രവിക്കാൻ തന്നെയാണ് ഭാവം അല്ലേ? വാഗ്ലംഘനം നടത്താനും നിനക്ക് മടിയില്ല. രാഘവൻ ശോഭമടക്കി പതിയെ ചോദിച്ചു. വാക്ക് ലംഘിച്ചെന്ന് ആരാ പറഞ്ഞത്? ആഗ്രഹിക്കുമ്പോഴൊക്കെ എന്റെ സമീപത്ത് എത്തിക്കൊള്ളാമെന്ന് രാഘവേട്ടനല്ലേ വാക്ക് തന്നത്? അപ്പോ വാക്ക് ലംഘിച്ചത് ഞാനോ രാഘവേട്ടനോ? മാധവിക്കുട്ടി ചിരിച്ചു. അത് രാത്രിയിലത്തെ കാര്യമാണ്, പകലല്ല. എനിക്കിനി രാത്രിയും പകലും ഉണ്ടോ രാഘവേട്ട? അങ്ങനെ ഉണ്ടായിരുന്ന കാലത്ത് പകലും എന്നെ തേടി വരാൻ രാഘവേട്ടന് സമയമുണ്ടായിരുന്നു. അത് പണ്ട്. അന്ന് ഞാൻ വെറും രാഘവൻ മാത്രമായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് ഞാൻ തറവാട്ട് മാന്ത്രികനാണ്, തറവാട്ട് കാരണവനാണ്. അന്നത്തെ പോലെ തോന്നിയ പോലെ നടക്കാൻ വിലക്കുകളുണ്ട്. ആരുടെ വിലക്ക്?
അവൾ ചിരിച്ചു. കാരണവന്മാരുടേതാണെന്ന് കരുതിക്കോളൂ. എനിക്കത് മറികടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ രാത്രി വരാം. നീ ഇവിടെയുള്ള കഥ അമ്മയ്ക്ക് അറിയില്ല. അത് അറിയിക്കരുത്. ഇപ്പൊ തന്നെ അമ്മയ്ക്ക് എന്തോ സംശയം തോന്നിയിട്ടുണ്ട്. അനുസരിക്കുന്നത് തന്നെയാണ് നിനക്ക് നല്ലത്. അവൾ അപ്പോഴും കിലുകിലെ ചിരിച്ചു. രാഘവൻ പറഞ്ഞത് അനുസരിക്കാനായിരുന്നില്ല അപ്പോഴും അവളുടെ ആലോചന. അവൾ കുറച്ചുകൂടി അവന് നേരെ അടുത്തു. അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്തുകൂടല്ലോ. രാഘവന്റെ ഉള്ളിൽ കോപം ഒരു കടലായി ഇരമ്പി. പെട്ടെന്നൊരു മന്ത്രം ചൊല്ലാനാണ് അവന് തോന്നിയത്. ഉച്ചാടന മന്ത്രം. അടുത്തു നിന്നിരുന്ന മാധവക്കുട്ടി തീപ്പൊള്ളലേറ്റതുപോലെ ഒന്ന് ഞെട്ടി. അവൾ പിന്നോട്ട് 2 ചുവടുകൾ മാറി. ഒപ്പം ആ കണ്ണുകളിൽ തീക്ഷ്ണമായൊരു തിളക്കവും പ്രത്യക്ഷപ്പെട്ടു. രാഘവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയതേയില്ല. പെട്ടെന്ന് പിന്തിരിഞ്ഞ് അവൻ മുറിക്ക് പുറത്തിറങ്ങുകയും വാതിൽ ബന്ധിക്കുകയും ചെയ്തു. അപ്പോഴും മന്ത്രശീലുകൾ ചുണ്ടിൽ ഇടമുറിയാതിരിക്കാൻ രാഘവൻ ശ്രദ്ധിച്ചിരുന്നു. ഈ ശീലം തുടരാൻ മാധവക്കുട്ടിയെ ഞാൻ അനുവദിക്കരുത്. യക്ഷി മാന്ത്രികന് മുന്നിലല്ലാതെ യക്ഷിയുടെ മുന്നിൽ മാന്ത്രികൻ തളരാൻ പാടില്ല. തറവാട്ടുകെട്ടിലേക്ക് നടക്കും മുമ്പ് തിരിഞ്ഞു നിന്ന് രാഘവൻ ഇത്രയും കൂടി പറഞ്ഞു. നിന്നെ ഭയന്നിട്ടൊന്നുമല്ല ഞാൻ ഇവിടെ അഭയം തന്നതെന്ന് ആദ്യം മനസ്സിലാക്കിക്കോ. എന്റെ ഔദാര്യമായിരുന്നു അത്. ആ സമ്മാനം ദുരുപയോഗപ്പെടുത്താതിരിക്കുന്നത് നിനക്ക് തന്നെയാണ് നല്ലത്. ഒരാവശ്യവും ഉണ്ടായിട്ടല്ല. വേണമെങ്കിൽ ഈ നിമിഷം നിന്നെ ഉച്ചാടനം ചെയ്ത് ശാശ്വതമായി നശിപ്പിക്കാനോ മറ്റെവിടെയെങ്കിലും ആവാഹിച്ച് സ്ഥാപിക്കാനോ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല. അത്രയുമൊക്കെ മറ്റൊരാളുടെയും ആശ്രയം തേടാതെ ചെയ്യാൻ കഴിവുള്ള മാന്ത്രികനാണ് ഞാൻ. എന്റെ ഔദാര്യം എന്റെ ബലഹീനതയായി കണക്കാക്കരുത്. രാഘവൻ പണ്ടും പറഞ്ഞ വാക്ക് പാലിച്ചിട്ടേ ഉള്ളൂ. അതിപ്പോഴും പാലിക്കും. രാഘവനെ തോൽപ്പിക്കാനോ കുരങ്ങു കളിപ്പിക്കാനോ ആണ് ഭാവമെങ്കിൽ അത് നീ ഉപേക്ഷിച്ചേക്ക്. കോപം കത്തി അവളുടെ കണ്ണുകളിൽ നിന്ന് ആ ഭാവം മെല്ലെ മെല്ലെ അലിയുന്നു. പകരം കരുണാദ്രമായ ഒരു യാചനാഭാവം നിറയുന്നു. രാഘവേട്ട, അവൾ വിളിച്ചു. രാഘവന് മാത്രം കേൾക്കാൻ കഴിയുന്ന ശബ്ദം. അയാൾ തിരിഞ്ഞു നോക്കി. രാഘവേട്ടനെ ഭയപ്പെടുത്തുകയല്ല എനിക്ക് ഉദ്ദേശം. എനിക്ക് രാഘവേട്ടനെ വേണം. ഇത് കണ്ടിട്ട് രാഘവേട്ടന് അങ്ങ് പോകാൻ പറ്റുമോ? മാധവക്കുട്ടി പൊടുന്നനെ മേൽമുണ്ട് മാറിൽ നിന്നെടുത്ത് നെഞ്ചിൽ കെട്ടിയിരുന്ന റൗക്ക വലിച്ചു പൊട്ടിച്ചു. രാഘവനെ എന്നും പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്ന ശില്പചാരുതരാർന്ന ആ ശരീരം അനാവൃതമായി. ഒരു നിമിഷം അവന്റെ ചുണ്ടിൽ മന്ത്രാക്ഷരങ്ങൾ ഇടമുറിഞ്ഞു. പക്ഷേ പാടില്ല. തന്റെ മനസ്സിടാൻ പാടില്ല. ഈ പ്രലോഭനത്തിൽ വീഴാൻ താൻ പണ്ടത്തെ രാഘവനല്ല. നീ എന്തൊക്കെ പ്രലോഭിപ്പിച്ചാലും ഇപ്പൊ ഞാൻ വരില്ല. നമുക്ക് രാത്രി സന്ധിക്കാം. അവൻ പിന്നെ അവിടെ നിന്നില്ല. ഗൗരിക്കുട്ടി അപ്പോഴും തറവാട്ടുമുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവർക്കെന്തോ ചില സംശയങ്ങൾ തോന്നുകയും ചെയ്തു. ഉരൽപ്പുരയിൽ പെരിച്ചാഴിയാണെങ്കിൽ പിന്നെ രാഘവൻ സംസാരിച്ചത് ആരോടാണ്? മാന്ത്രികൻ മൂഷികനോട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തോ കുഴപ്പമുണ്ടെന്ന് അവർക്ക് തോന്നി. അത് അവനോട് ചോദിച്ചിട്ട് കാര്യവുമില്ല. വരട്ടെ, എന്താണെന്ന് കണ്ടുപിടിക്കണം. അമ്മയെ ശ്രദ്ധിക്കാതെ രാഘവൻ അകത്തേക്ക് നടന്നു. നീ ആരോടാ മോനെ സംസാരിച്ചത്? ഗൗരിക്കുട്ടിക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ മന്ത്രങ്ങൾ ചൊല്ലുകയായിരുന്നു. കാണാതെ പഠിക്കേണ്ട മന്ത്രങ്ങൾ. അത് അവർ വിശ്വസിച്ചെന്ന് തോന്നുന്നില്ല. എന്തായാലും പിന്നീടൊന്നും ഗൗരിക്കുട്ടി ചോദിക്കുകയും ചെയ്തില്ല. രാഘവൻ നേരെ പൂജാമുറിയിലേക്കാണ് കയറിയത്. ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല. ഒന്നാമത് അമ്മയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം. പിന്നെ മനസ്സിനൊരു സാന്ത്വനമാവുകയും ചെയ്യും. മാധവിക്കുട്ടി എന്ന യക്ഷിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണ് ആദ്യം വേണ്ടത്. ഒരിക്കൽ അവളുടെ ഇംഗിതത്തിന് വഴിപ്പെട്ടാൽ പിന്നീട് എളുപ്പം മോചനം നേടാൻ കഴിഞ്ഞെന്ന് വരില്ല. അതിനെന്തുണ്ടൊരു മാർഗം? ഇന്ന് രാത്രിയിൽ അവളുടെ അടുത്ത് ചെല്ലാമെന്നാണ് താൻ ഏറ്റിരിക്കുന്നത്. വാക്കു മാറാൻ പാടില്ല. ചെല്ലണം. പക്ഷേ അതൊരു ബന്ധനത്തിന്റെ തുടക്കമാവാൻ പാടില്ല താനും. അതിനൊരു പോംവഴി കണ്ടെത്തുക തന്നെ വേണം. വൈകുന്നേരത്തോടെ രാഘവൻ ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തു. പൂജാമുറിയിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴായിരുന്നു ആ വാതിൽക്കൽ തുടരെ തുടരെ മുട്ടുന്ന ശബ്ദം കേട്ടത്. രാഘവൻ പെട്ടെന്ന് ചെന്ന് കതക് തുറന്നു. മുറിക്ക് മുന്നിൽ ഭയന്ന് വേശയായി ഗൗരിക്കുട്ടി നിൽക്കുന്നു. എന്താ അമ്മേ? അമ്മയ്ക്ക് എന്തു പറ്റി? എനിക്ക് എന്ത് പറ്റിയാലും ഒന്നുമില്ല. നിനക്കൊന്നും പറ്റാതിരുന്നാ മതി. ആ ഉരൽപ്പുരയിൽ എന്താണെന്ന് നീ തുറന്നു പറ. അവിടുന്ന് വീണ്ടും ബഹളം കേൾക്കുന്നു. ഒരു വേള അലർച്ചയും കേട്ടു. നീ പറഞ്ഞതുപോലെ വെറും പെരിച്ചാഴിയൊന്നും ആയിരിക്കില്ല അത്. വല്ല ദുർമൂർത്തിയും കയറി കുടിപ്പാർപ്പ് തുടങ്ങിയോ എന്റെ ചാത്തസ്വാമി? ഗൗരിക്കുട്ടി നെഞ്ചത്ത് കൈവച്ചു. നീ ആ താക്കോലിങ്ങതാ. ഞാൻ ഇന്ന് തുറന്നു നോക്കാൻ പോവുകയാ. എന്നെ ഒരു ദുർമൂർത്തിയും ഒന്നും ചെയ്യാൻ പോണില്ല. വേണ്ട, അമ്മ അങ്ങോട്ട് പോകണ്ട. ഞാൻ തന്നെ ചെല്ലാം.
എനിക്കും ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്. രാഘവൻ ഗൗരവത്തോടെ അങ്ങോട്ട് നടന്നു. മാധവിക്കുട്ടി തന്നെ കൊണ്ട് പോകൂ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്? അതൊന്നും അറിയണമല്ലോ. ഉഴൽപ്പുരയിലേക്ക് കുപിതനായി ചെല്ലുമ്പോഴും ഇത്രയും വേണമെന്ന് തോന്നിയിരുന്നില്ല. പക്ഷെ പെട്ടെന്ന് തോന്നിയത് പ്രാവർത്തികമാക്കാതിരിക്കാനും കഴിഞ്ഞില്ല. പാഗ്ലഹനം രാഘവന് സഹിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നില്ലല്ലോ. യക്ഷികൾക്ക് സത്യമുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. മാധവിക്കുട്ടി യക്ഷിയാണെന്ന് അറിയുകയും ചെയ്യാം. എന്നിട്ടും അവളുടെ ആഗ്രഹം പോലെ തന്റെ തറവാട്ടിലെ ഉരൽപ്പുരയിൽ അഭയം കൊടുത്തത് ഒരിക്കലും അവളെ ഭയപ്പെട്ടിട്ടായിരുന്നില്ല. ഒരു യക്ഷിയെ ഭയപ്പെടാൻ വെറുമൊരു മനുഷ്യനല്ലല്ലോ ഞാൻ. കൊടുത്ത സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തുകയായിരുന്നില്ലേ മാധവിക്കുട്ടി? അവൾ ഉരൽപ്പുരയിൽ എന്ത് അതിക്രമമാണ് കാട്ടിക്കൂട്ടുന്നത്? അമ്മയ്ക്ക് കാര്യമായ സംശയങ്ങൾ തോന്നി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് തീർച്ച. തന്റെ സാന്നിധ്യം ഒരിക്കലും മറ്റാരും അറിയില്ലെന്ന് അവൾ വാക്കു തന്നിരുന്നു. ഇടം കൊടുത്ത് 24 മണിക്കൂർ തികയും മുമ്പ് മാധവിക്കുട്ടിയുടെ സ്വഭാവം മാറിയിരിക്കുന്നു. രാഘവൻ വെള്ളി കെട്ടിയ ചൂരൽവടിയുമായാണ് ഉരൽപ്പുരയിലേക്ക് ചെന്നത്. വാതിൽ തുറക്കും മുമ്പ് കണ്ടു ഭിത്തിയിൽ ചാരി നിന്ന് മതാള സ്വഭാവത്തിൽ അവൾ ചിരിക്കുന്നു. അങ്ങോട്ട് വരാൻ തുടങ്ങിയ അമ്മയെ കൈകാട്ടി വേണ്ടെന്ന് വിലക്കി. ഗൗരിക്കുട്ടി ആകെ പരിഭ്രമിച്ചിട്ടുണ്ട്. എന്താ നിന്റെ ഭാവം? എന്നെ ഒട്ടും അനുസരിക്കാനുള്ള സന്മനസ് നിനക്കില്ല അല്ലേ? രോഷം മുഴുവൻ ഉള്ളിലൊതുക്കി തീരെ പതിഞ്ഞ ശബ്ദത്തിലാണ് രാഘവൻ ചോദിച്ചത്. നിനക്ക് രാത്രി വരെ കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് തീരുമാനിച്ചു. എന്റെ വാക്കും തൽക്കാലം ലംഘിക്കാൻ തന്നെയാണത്. മാധവിക്കുട്ടിയുടെ മുഖത്തെ മതാല സ്വഭാവം ചോരുന്നു. പകരം അവളുടെ മിഴികൾ കത്താൻ തുടങ്ങുന്നു. ഇത്തവണ രാഘവൻ അത് കണ്ടില്ലെന്ന് നടിച്ചു. നിന്നെ ഞാൻ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണ്. ഈ നിമിഷം നീ ഇവിടെ നിന്ന് പോയിക്കൊള്ളണം. പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അത് ചെയ്യാൻ അറിയുന്നവനാണ് ഞാനെന്ന് മറക്കണ്ട. സ്ഥലം വിട്. ഇല്ല, ഞാൻ പോകില്ല. മാധവിക്കുട്ടി ഭിത്തിയോട് ഒന്നുകൂടി ചേർന്ന് നിന്നു. രാഘവന്റെ കയ്യിലെ മാതൃക വടി അവൾ കണ്ടിരിക്കുന്നു. നീയെന്നല്ല, വേണ്ടി വന്നാ ഈ ലോകത്തുള്ള യക്ഷികളെ മുഴുവൻ ഒഴിപ്പിക്കാൻ അറിയുന്നവനും അതിനു വേണ്ട മാതൃക യോഗ്യതയുള്ളവനുമാണ് ഈ രാഘവൻ. സാമവും ദാനവും ഭേദവും നിന്റെ മുന്നിൽ വിലപ്പോയില്ലെന്ന് മനസ്സിലായി. ഇനി ദണ്ഡമേ ബാക്കിയുള്ളൂ. വേദനിക്കാതെ പോകണമെങ്കിൽ ഇപ്പൊ ഇറങ്ങണം. രാഘവൻ മാതൃക വടി അവൾക്ക് നേരെ ചൂണ്ടി. തീക്കൊള്ളികൊണ്ട് കുത്തേറ്റ പോലെ മാധവിക്കുട്ടി ഒന്ന് പിടഞ്ഞു. അവൾ നിലവിളിക്കും പോലെ പറഞ്ഞു. എങ്കിൽ ഈ ക്ഷണം എവിടെ നിന്നിറങ്ങ. നീ എനിക്കെതിരെ എന്ത് നടപടികൾ വേണമെങ്കിലും സ്വീകരിച്ചോളൂ. രാഘവൻ അത് പ്രശ്നമല്ല. നീ അറിയുന്ന രാഘവന് ഒരു ഭാവമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ രാഘവന് 9 ഭാവങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. ഇല്ല, ഞാൻ അറിയില്ല. ഷാഠ്യക്കാരിയായ ഒരു കുട്ടിയുടെ പിടിവാശിയോടെ മാധവിക്കുട്ടി നിന്നു. തൊട്ടു മുമ്പ് ഞാൻ വന്നു പോകും വരെ അത് ഞാനും സമ്മതിച്ചായിരുന്നല്ലോ. ഇനി സമ്മതിക്കില്ല. നീ പോകുന്നത് മാത്രമല്ല, അതിപ്പോ തന്നെ ആവുകയും ചെയ്യും. രാഘവന് തെല്ലും കരുണ തോന്നിയില്ല. അവൻ അവളുടെ നേർക്ക് വടി ഓങ്ങി. വേദനിപ്പിച്ചുകൊണ്ട് തന്നെ അത് അവളുടെ ദേഹത്ത് പതിച്ചു. ഉരൽപ്പുരയിൽ നിന്ന് ഭീഷണമായ ഒരലർച്ച ഉയർന്നു. ഉമ്മർത്ത് നിന്നിരുന്ന ഗൗരിക്കുട്ടി നടുങ്ങി. ഉരൽപ്പുരയിൽ അന്തരീക്ഷത്തിൽ വടി വീശുന്ന രാഘവനെ അവർ ശ്രദ്ധിച്ചു. മാധവിക്കുട്ടിയുടെ അലർച്ച കേട്ടപ്പോൾ രാഘവന് കലി വർദ്ധിക്കുകയാണുണ്ടായത്. അവൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. തലങ്ങും വിലങ്ങും ചൂരൽ വീശി മാധവിക്കുട്ടിയെ പ്രഹരിച്ചു. മാതൃക വഴിയുടെ സ്പർശനം തന്നെ അസഹ്യമായി അനുഭവപ്പെടുന്ന പ്രേതജന്മങ്ങൾക്ക് അവയുടെ മർദ്ദനം എങ്ങനെ സഹിക്കാൻ കഴിയും? അടുത്ത ക്ഷണം മാധവിക്കുട്ടി അപ്രത്യക്ഷയായി. പോകുന്ന പോക്കിൽ ഉരൽപ്പുരയുടെ വാതിൽ ചവിട്ടി പിഴുതു കളഞ്ഞു. രാഘവൻ നെറ്റിയിലൂറിയ വിയർപ്പ് തുള്ളികൾ കൈപ്പുറം കൊണ്ട് തുടച്ചു. അവൻ കിതയ്ക്കുകയും ചെയ്തു. വേദനിച്ചാണ് യക്ഷി പോയിരിക്കുന്നത്. ആ വേദനയുടെ പകപോക്കാൻ അവൾ കാത്തിരിക്കുക തന്നെ ചെയ്യും. താനും ഇനി കരുതലോടെ ഇരിക്കേണ്ടി വരും. പൊളിഞ്ഞു വീണ വാതിൽപ്പാളികൾ എടുത്തു ചാരി ഉരൽപ്പുര അടച്ചെന്ന് വരുത്തിയിട്ട് രാഘവൻ തറവാട്ട് കെട്ടിലേക്ക് വന്നു. പൂജാമുറിയിൽ നിന്നും പുണ്യാഹവും മറ്റു ചില പൂജാ സാധനങ്ങളും എടുത്തുകൊണ്ടവൻ വീണ്ടും ഉരൽപ്പുരയിലേക്ക് ചെന്നു. എന്തായിരുന്നു മോനെ അവിടെ? ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായെങ്കിലും ഉത്കണ്ഠ കൊണ്ട് ഗൗരിക്കുട്ടി ചോദിച്ചു. ഒരു യക്ഷി കയറി കുടിയേറി പാർത്തിരിക്കുന്നു. അങ്ങനെ അങ്ങ് പാർക്കാൻ പറ്റിയ ഇടമല്ലല്ലോ ഇത്. അടിച്ചോടിച്ചു. പക്ഷേ ഇനി ഉച്ചാരണ പൂജയും ആവാഹനവും ഒക്കെ ഉണ്ടാവണം. രാഘവൻ പറഞ്ഞു. യക്ഷി വന്ന് കുടിപ്പാർക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇവിടെ. ഗൗരിക്കുട്ടി സംശയത്തോടെ മകനെ ശ്രദ്ധിച്ചു. രാഘവൻ അതിന് മറുപടി പറഞ്ഞില്ല. അവൻ മാധവിക്കുട്ടി
വന്നാൽ ഇനി ഉരൽപ്പുരയിൽ കയറാതിരിക്കാനുള്ള ബന്ധനപൂജ ചെയ്യാനൊരുങ്ങി. അന്ന് രാത്രി വീണ്ടും മാധവക്കുട്ടിയുടെ ശല്യം ഉണ്ടായേക്കുമെന്ന് ഭയന്നിരുന്നുവെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഒരാഴ്ചയോളം കഴിഞ്ഞു. പകലൊക്കെ കൃഷികാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയും രാത്രികളിൽ മന്ത്രപഠനം നടത്തിയും രാഘവൻ തറവാട്ടു മാന്ത്രികരുടെ പതിവ് ശീലത്തിലേക്ക് മാറി തുടങ്ങുകയായിരുന്നു. ആവശ്യമില്ലാതെ പുറത്തേക്കെങ്ങും പോവുകയുണ്ടായില്ല. മകന്റെ മാറ്റം ഗൗരിക്കുട്ടിയെ സന്തുഷ്ടയാക്കി. മാതൃകയെ കാണാനെത്തുന്നവരോട് മാന്യമായി ഇടപെടാനും രാഘവൻ ശ്രദ്ധിച്ചു കണ്ടു. അറിവും പഠനവും വളരും തോറും അവൻ ആളാകെ മാറിക്കോളുമെന്ന് ഗൗരിക്കുട്ടി വിശ്വസിച്ചു. മാതൃക ജന്മം ലഭിച്ച ആദ്യ നാളുകളിലെ രീതികളൊന്നും ആയിരുന്നില്ല രാഘവനിപ്പോ. തറവാട്ടിൽ നിന്നിറങ്ങി പുറത്തെങ്ങും ചുറ്റി നടക്കാതിരുന്നപ്പോൾ തന്നെ അവർക്ക് പകുതി ആശ്വാസമായി. അങ്ങനെ ഇരിക്കെയാണ് ഒരു നാൾ ഉച്ചയൂണ് കഴിച്ചുകൊണ്ടിരിക്കെ രാഘവൻ അമ്മയോട് പറഞ്ഞത്. അമ്മ മുമ്പ് സൂചിപ്പിച്ച കാര്യം ഞാൻ ആലോചിച്ചു. എങ്കിൽ ഇനി കൂടുതലൊന്നും വൈകിക്കണ്ട. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചോളൂ. കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാം. ഗൗരിക്കുട്ടിക്ക് അതിൽ പരം ഒരു സന്തോഷം ഉണ്ടാകാനില്ല. ഇപ്പോഴെങ്കിലും എന്റെ മോന് നല്ല ബുദ്ധി തോന്നിയല്ലോ. അമ്മയ്ക്ക് സന്തോഷമായി. ഇതൊക്കെ നടക്കേണ്ട കാലത്ത് തന്നെ നടക്കണം മോനെ. ഞാൻ ഇന്ന് തന്നെ പണിക്കാർക്ക് ആളെ അയക്കാം. അവർ ഊണ് തന്നെ മതിയാക്കി എഴുന്നേറ്റു. ഒരു കല്യാണം കൂടി കഴിഞ്ഞാൽ രാഘവനെ ഇടശ്ശേരി തറവാടിന്റെ മാതൃകനായി പൂർണ്ണമായി ലഭിക്കുമെന്നുള്ള പ്രത്യാശ. അന്ന് വൈകുന്നേരം തന്നെ പണിക്കരെത്തി. ഗൗരിക്കുട്ടി ആവശ്യം അറിയിച്ചു. തന്റെ ഉദ്ദേശത്തിലുള്ള ചില തറവാടുകളിലെ പെൺകുട്ടികളെ കുറിച്ച് പണിക്കർ പറഞ്ഞു. കുടുംബമഹിമ കൊണ്ട് പേര് കേട്ട ഒരു തറവാട്ടിലെ പെൺകുട്ടിയെ കാണാൻ തീരുമാനിക്കുകയും ചെയ്തു. 2-3 ദിവസത്തിന് ശേഷം രാഘവൻ പണിക്കരുടെ ഒപ്പം ആ തറവാട്ടിലെത്തി. ഇടശ്ശേരി മാന്ത്രികനുമായുള്ള ബന്ധം ഒരു വലിയ ബഹുമതിയായി കരുതുന്ന തറവാടായിരുന്നു അത്. വിവാഹം നടന്നാൽ അത് തങ്ങളുടെ ഭാഗ്യമെന്ന് തന്നെ അവർ കരുതി. രാഘവനെ നേരത്തെ അവർക്ക് അറിയുകയും ചെയ്യാമല്ലോ. പെണ്ണുകാണൽ ഒരു ചടങ്ങ് മാത്രമായിരുന്നു. ആ കുട്ടിയെ രാഘവനും നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവന്റെ മുന്നിലേക്ക് ചായപത്രവുമായി ഇറങ്ങി വന്ന സുന്ദരിയെ കണ്ട് രാഘവൻ ഇടിവെട്ടേറ്റതുപോലെ നടുങ്ങി. അത് മാധവിക്കുട്ടിയായിരുന്നു. സിരകളിലൂടെ ഒരു മഞ്ഞുതുള്ളി ഒഴുകിയിറങ്ങിയതുപോലെ രാഘവൻ ഒന്ന് പെടഞ്ഞു. അയാളുടെ ശരീരത്തിലെ രോമകൂപങ്ങൾ എഴുന്നു. എന്നാൽ രാഘവന്റെ ആ അസ്വസ്ഥത അവന്റേത് മാത്രമായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന പണിക്കർ അത് അറിഞ്ഞതേയില്ല. പണിക്കരുടെ മുന്നിൽ ശ്രീദേവിയായിരുന്നു, രാഘവന്റെ മുന്നിൽ മാധവിക്കുട്ടിയും. ചായക്കപ്പുകളും പിടിച്ച് രാഘവനെ നോക്കി അവൾ ക്രൂരമായി ചിരിച്ചു. ആ കണ്ണുകളിൽ കത്തുന്ന കോപത്തിന്റെ കാരണവും തനിക്ക് നല്ലോണം അറിയാം. ഇവൾ തന്നെ വെറുതെ വിടുന്ന ലക്ഷണമില്ലല്ലോ. രാഘവൻ അമ്പരപ്പോടെ ആലോചിച്ചു. ഇരുവർക്കും തമ്മിൽ അറിയാമല്ലോ. കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ആയിക്കോളൂ. അതും ഒരു ചടങ്ങാണല്ലോ. പണിക്കർ ഒരു പൊള്ളച്ചിരി ചിരിച്ചു. ഏയ്, അതൊന്നും വേണ്ട, രാഘവൻ പെട്ടെന്ന് പറഞ്ഞു. ആ ചായക്കപ്പ് അവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോന്നോളൂ മോളെ. അകത്തു നിന്ന് ഒരു സ്ത്രീ ശബ്ദം. ശ്രീദേവിയുടെ അമ്മയാവണം. രാഘവന്റെ മുഖത്തു നിന്ന് തന്റെ കണ്ണുകൾ എടുക്കാതെ തന്നെ അവൾ കപ്പ് അവന്റെ നേരെ നീട്ടി. അവിടെ വച്ചേക്കൂ, രാഘവൻ പറഞ്ഞു. പണിക്കർ അവന്റെ നേരെ ഒന്ന് നോക്കി. അയാൾക്കും അത് അതിശയമായിരിക്കുന്നു. ഇത്രയേറെ രാഘവൻ മാറിക്കഴിഞ്ഞു എന്ന വിസ്മയമാണത്. കപ്പുകൾ വെച്ച് അകത്തേക്ക് നടക്കുമ്പോഴും ശ്രീദേവിയുടെ കണ്ണുകൾ രാഘവന്റെ മുഖത്ത് തന്നെ ആയിരുന്നു. അതൊരു താക്കീതാണെന്ന് അവന് തോന്നി. കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ ശല്യപ്പെടുത്താതിരുന്നതിന്റെ പിന്നിൽ അവൾക്ക് ഇത്തരം ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. തന്നെ തന്റെ പാട്ടിന് വിടില്ലെന്ന് തന്നെ. ഇത് അപകടമാണ്. രാഘവന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും മുന്നറിയിപ്പുണ്ടായി. തറവാട്ടിൽ തിരിച്ചു ചെല്ലട്ടെ. ഇനി മാധവക്കുട്ടിയെ ഉച്ചാടനം ചെയ്തിട്ടേ ബാക്കി കാര്യമുള്ളൂ. നമുക്ക് ഇറങ്ങാം, രാഘവൻ പണിക്കരോട് പറഞ്ഞു. ഏതാനും സമയത്തിനുള്ളിൽ അവർ തറവാട്ടിലെ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി. പൂമംഗലം തറവാട്ടുകാർക്ക് ഇതിലും വലിയൊരു സന്തോഷം ഉണ്ടാകാനില്ല. ഇടശ്ശേരി തറവാട്ടിലെ കാരണവരുമായിട്ടുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം ആർക്കും സാധിക്കാവുന്ന കാര്യമല്ലത്. ആ ഭാഗ്യം തങ്ങൾക്ക് വീണു കിട്ടിയിരിക്കുന്നു. രാഘവനെ കുറിച്ച് നേരത്തെ നല്ലതല്ലാത്ത ചിലതെല്ലാം കേട്ടിരുന്നു. അതൊക്കെ ചെറുപ്പത്തിന്റെ വികൃതികളാണെന്ന് കരുതി കേട്ടില്ലെന്ന് വെക്കാൻ മാത്രം വിശാല മനസ്കരുമാണ് പൂമംഗലം തറവാട്ടുകാർ. വേലുവിന്റെ മരണശേഷം മാതൃക പാരമ്പര്യം ലഭിച്ചു കഴിഞ്ഞതു മുതൽ അവൻ മറ്റൊരാളെ ഇന്നും കേട്ടിരുന്നു. ഇരുത്തം വന്ന ഒരു മനുഷ്യന്റെ ചലനങ്ങളായിരുന്നു അവന്റെ പെരുമാറ്റത്തിൽ ഉടനീളം എന്നുള്ളതും നേരിട്ടറിഞ്ഞു കഴിഞ്ഞല്ലോ. അടുത്ത ദിവസം പണിക്കർ വീണ്ടും വരുമ്പോഴേ മറ്റു കാര്യങ്ങൾ അറിയാൻ കഴിയൂ. രാഘവന് ചായ കൊടുത്ത് മടങ്ങിയെത്തിയ ശ്രീദേവി അടുക്കളക്കെട്ടിന്റെ മൂലയിൽ തലയും താങ്ങിയിരുന്നു.
നീ രാഘവനെ കണ്ടോ മോളെ? അമ്മ ചുമലിൽ തൊട്ടപ്പോൾ തീപ്പൊള്ളലേറ്റതുപോലെ അവൾ ഞെട്ടി ഉണർന്നു. ഏ, ആ കണ്ടു. നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ, പിന്നെ ഇപ്പോഴെന്താ ഒരു പ്രത്യേകത? രൂക്ഷമായി അവൾ ചോദിക്കുകയും അതേ രൂക്ഷതയോടെ തന്നെ നോക്കുകയും ചെയ്തപ്പോൾ ഭാർഗവി അമ്മ നടുങ്ങിപ്പോയി. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് കൊടുത്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും കാണാം. നന്ദി.